നാട്ടിലുള്ള ഈ മ്യൂച്വൽ ഫണ്ട്സ് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ആളുകൾ വലിയ രൂപത്തിൽ അവരുടെ ധനം കമ്പനിയിൽ ഇൻട്രസ്റ്റ് ഓറിയൻറ്റഡ് കൺവെൻഷണൽ ബാങ്കിൽ വെറുതെ സേവിങ്സ് ആയിട്ട് അവിടെ ഇടുന്ന സാഹചര്യമാണെങ്കിൽ അതിനേക്കാൾ ബെറ്റർ ഈ പറഞ്ഞ മ്യൂച്വൽ ഫണ്ട്സാണ്. ഇതിനേക്കാൾ ബെറ്റർ, കാരണം അതൊരു പ്രൊഡക്റ്റീവായൊരു കാര്യത്തിന് പോകും. അതേപോലെ തന്നെ ഈ മ്യൂച്വൽ ഫണ്ട്സിൽ ഈ ബാങ്കിൻ്റെ ഷെറിനേക്കാൾ കുറഞ്ഞ ഷെറാണ് അവിടെ ഉള്ളത്. എന്നാൽ കംപ്ലീറ്റ്ലി പ്യുവറാണെന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റൂല. അവർ കുറേ ചെയ്തിട്ടുണ്ട്, ജസാഹുല്ലാ ഖൈർ, അതിൻ്റെ ബാക്കിൽ വർക്ക് ചെയ്യുന്ന കുറേ ആളുകളുണ്ട്, പക്ഷെ അവർ കുറേ ചെയ്തിട്ടുണ്ട്. എന്നാൽ നേരത്തെ പറഞ്ഞ പോലെ ഈ മ്യൂച്വൽ ഫണ്ട്സിലുള്ള പല കമ്പനികളുടെയും ഓപ്പറേഷൻ ലെവലിൽ ഇൻട്രസ്റ്റ് ഓറിയൻറ്റഡ് ലോൺ അത് 30% വരെ അല്ലെങ്കിൽ 25% വരെയൊക്കെ ആയാൽ കുഴപ്പമില്ല എന്ന് ഈ സ്ക്രീനിങ് ബോർഡ് ചിലതിലൊക്കെ നിയമം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ടാറ്റ എത്തിക്കൽ ഫണ്ട് പോലെയൊക്കെ. അപ്പോൾ അതിന് ഇസ്ലാമിക്കലി എന്തെങ്കിലും ജസ്റ്റിഫിക്കേഷൻ ഉണ്ടോ? ജസ്റ്റിഫിക്കേഷൻ ഇല്ല, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇല്ല. പിന്നെ എന്തുകൊണ്ട് അവരങ്ങനെ വെച്ചു എന്ന് അള്ളാഹു ആലം. എന്നാൽ അതേസമയം ഇൻട്രസ്റ്റ് ഓറിയൻറ്റഡ് ഇൻകം 3% വരെ ആകാം ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിക്ക് എന്നുള്ളത്. കാരണം എന്താ വെച്ചാൽ സാധാരണ നിലക്ക് നോർമൽ ബാങ്കിൽ അക്കൗണ്ടിൽ പൈസ ഉണ്ടെങ്കിൽ തന്നെ ഇൻട്രസ്റ്റ് ജനറേറ്റ് ചെയ്യും. രണ്ടാമത്തെ ഒരു സംഗതി, ഇപ്പോൾ ഇമ്പോർട്ട് എക്സ്പോർട്ടൊക്കെ ഉള്ള കമ്പനിയാണെങ്കിൽ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഇഷ്യൂ ചെയ്യണമെങ്കിൽ അവർക്ക് FD ഇടണം, നിർബന്ധമാണ്. നമ്മുടെ നാട്ടിലെ നിയമം അങ്ങനെയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ജനറേറ്റ് ആവും? ഇൻട്രസ്റ്റ് ജനറേറ്റ് ആവും. അത് ആ കമ്പനിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷെ അതുകൊണ്ടാണ് 3%-ലും കൂടുതലുണ്ടെങ്കിൽ അവർ ഇൻകത്തിന് വേണ്ടി തന്നെ ഇൻട്രസ്റ്റ് ഓറിയൻറ്റഡ് ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിക്കുന്നുണ്ടെന്നാണ് അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് അത് തീരും പറ്റില്ല. അപ്പോൾ ഇതിലുള്ളത് ഞാൻ പറഞ്ഞ പോലെ ബാങ്കിൽ നമ്മൾ സേവിങ്സ് ആക്കിയിട്ട് പ്രത്യേകിച്ച് പദ്ധതിയൊന്നും ഇല്ലാതെ ഇങ്ങനെ വെക്കുന്നതിനേക്കാളും ബെറ്റർ ആയിരിക്കാം ഒരു പക്ഷേ ഈ മ്യൂച്വൽ ഫണ്ട്സ്. പക്ഷെ കംപ്ലീറ്റ്ലി പ്യുവറാണോ? നമുക്കങ്ങനെ പറയാൻ സാധിക്കുകയില്ല. വല്ലാഹു തആല ആലം. എന്നാൽ അവർ ഒരു സ്റ്റേജ് പിന്നിട്ടിട്ടുണ്ട്, കംപ്ലീറ്റ് ആയിട്ടില്ല.